അമിതമായാൽ അമൃതവും വിഷം എന്ന് പറയുന്നത് പോലെ പറയാൻ പാടില്ലെങ്കിലും അതിനോട് ഉപമിക്കാൻ തോന്നുന്നു. ഈ ചില മയക്കുമരുന്നുകൾ പോലെ ഡോസേജ് കൂടുതൽ വേണ്ടി വരും കുറച്ചു കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, കോൺസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെയിം ഒരു റെസ്പോൺസ് കിട്ടാൻ വേണ്ടി. നാച്ചുറലി ഒരു ബ്രേക്ക് ഡൗൺ സിസ്റ്റംസ്, നമുക്കൊരു നംബ്നെസ്, താല്പര്യമില്ലായ്മ, അത് തന്നെ ഒരു രോഗമായിട്ട് ഇന്ന് മാറുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുമ്പോൾ അത് നമ്മളെല്ലാം മാനസികമായിട്ട് അസ്വസ്ഥരാക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം അതിനകത്ത്. പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന ഇൻഫർമേഷനാണ് എനിക്ക് വേണ്ടത്. നെഗറ്റീവായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ഇൻഫർമേഷൻ കൊണ്ട് ഞാൻ എന്താണ് നേടുന്നത്? കർമ്മം ചെയ്യാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഫിൽട്ടർ വേണമെങ്കിൽ അറിവ് വേണം. അതുകൊണ്ട് എവിടെയും നമ്മൾ അറിവിനെ തള്ളി പറയുന്നില്ല, പക്ഷേ അതിന് വേണ്ടുന്ന അറിവാണ് നമുക്ക് വേണ്ടത്. ഇവിടെ വാർത്ത എന്ന് പറയുന്നതിലല്ല പ്രശ്നം. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന് എനിക്ക് മനസ്സിലാകണമെങ്കിൽ അതിനുള്ള അറിവ് എനിക്ക് വേണം. പ്രശ്നമുള്ളത് അതിപ്രസരം എന്നുള്ളൊരു വിഷയത്തിലാണ്. ഹരേ കൃഷ്ണ. ഹരേ കേരളത്തിൻ്റെ മറ്റൊരു പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് വാർത്തകളുടെ അതിപ്രസരം. വളരെയധികം ഇൻഫർമേഷൻ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളതിനെ എങ്ങനെ കാണുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു, എങ്ങനെ ഇത് നമ്മളെ ബാധിക്കുന്നു, ഇതാണ് നമ്മുടെ ചർച്ചാ വിഷയം. എന്താണ് ഇതിനെക്കുറിച്ച് ഒരു... ഇവിടെ വാർത്ത എന്ന് പറയുന്നതിലല്ല പ്രശ്നം. പ്രശ്നമുള്ളത് അതിപ്രസരം എന്നുള്ളൊരു വിഷയത്തിലാണ്. നമ്മുടെ പഴഞ്ചൊല്ലുണ്ടല്ലോ, അമിതമായാൽ അമൃതവും വിഷം എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഇന്ന് പല വ്യക്തികളും അവരവരുടെ ആശയങ്ങൾ നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളൊരു വീണ്ടുവിചാരമില്ലാതെ നമ്മളതെല്ലാം നമ്മുടെ കൺമുമ്പിലെത്തുന്നതും നമ്മുടെ ചെവിയിലെത്തുന്നതും ഒക്കെ നമ്മളത് കൺസ്യൂം ചെയ്യുന്നു. അതിൻ്റെ പരിണത ഫലമായിട്ട് നമ്മുടെ തലച്ചോറിനും നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റിക്കും എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമായ വിഷയം. ഒന്ന്, ഞാൻ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ചില കണക്കുകൾ, ചില സ്റ്റാറ്റിസ്റ്റിക്സുകൾ വന്നു. അത് കേൾക്കുമ്പോൾ തന്നെ ഭയാനകമായ ഒരു വിഷയമാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ താങ്കൾക്ക് വേണ്ടി വായിക്കാം. ആദ്യം പറയുന്നത്, ഓരോ ദിവസവും ലോകത്തിലെ ജനങ്ങൾ 400 മില്യൺ ടെറാബൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്നത്തെ ഹാർഡ് ഡിസ്കൊക്കെ 1 TB ഹാർഡ് ഡിസ്ക് ഉണ്ടാവും. അങ്ങനെ 400 മില്യൺ ടെറാബൈറ്റുകളാണ് ഓരോ ദിവസവും ലോകം സൃഷ്ടിക്കുന്ന ഡേറ്റ. ഇതൊക്കെ ആരെങ്കിലുമൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ വേണമല്ലോ. അപ്പോൾ അത് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രയാണ് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ പറയുന്നത്, ലോകത്തിലെ 80% വർക്ക് ഫോഴ്സും, ഇന്നെല്ലാം ഓൺലൈൻ വർക്കാണ്, എല്ലാം കമ്പ്യൂട്ടർ റിലേറ്റഡാണ്. 80% ആൾക്കാരും ഇൻഫോർമേഷൻ ഓവർലോഡ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ കുറിച്ച് കംപ്ലയിൻറ്റ്സ് വരുത്താറുണ്ട്. ഇവർ പലരും ഡോക്ടർമാരുടെ അടുത്തും സൈക്കാട്രിക് മെഡിസിൻസിൻ്റെ രൂപത്തിലും അതുപോലെ യോഗ സെൻറ്റേഴ്സിൻ്റെ രൂപത്തിലുമൊക്കെ ഈ ജനങ്ങൾ ഇവിടേക്കാണ് ചെന്നെത്താറ്. ആൻഡ് അവസാനമായിട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്ക്, നമ്മൾ ഒരു പ്രാവശ്യം ഇതുപോലെ അൺവാണ്ടഡ് ഇൻഫോർമേഷൻ ഡിസ്ട്രാക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഇമ്പോർട്ടൻറ്റ് കാര്യത്തിലേക്ക് വരാൻ വേണ്ടി ഒരു ടൈം ഡിലേ ഉണ്ടാവാറുണ്ടല്ലോ. തീർച്ചയായിട്ടും. അത് ഏകദേശം എത്രയാണെന്നൊന്ന് ഊഹിക്കാമോ? അറിയില്ല. കുറച്ച് സമയം പിടിക്കും, എന്തായാലും കുറച്ച് സമയം പിടിക്കും. പക്ഷേ വാസ്തവത്തിൽ നമ്മളൊരു ഫോക്കസ്ഡ് വർക്കിലിരിക്കുകയാണ്. അവിടെ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് തിരിച്ച് ആ ഫോക്കസിലേക്ക് വരണമെങ്കിൽ സയൻറ്റിഫിക് സ്റ്റഡി അനുസരിച്ച് 23 മിനിറ്റും 15 സെക്കൻഡും ഇത്ര സമയം വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കണക്കുകളിലൂടെ ഈ വിഷയത്തിൻ്റെ ഗാംഭീര്യം, എൻ്റെ സങ്കീർണത മനസ്സിലാക്കാവുന്നതാണ്. അതായത് ഇൻഫർമേഷൻ നമുക്കിപ്പോൾ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിനെക്കുറിച്ച് നമുക്ക് രണ്ടഭിപ്രായമില്ല. കാരണം ഇഫ് യു സ്റ്റേ ഇൻഫോംഡ്, അതൊരു ഇന്നത്തെ കാലത്ത് ഒരു വലിയ അത്യാവശ്യമാണെന്ന് തന്നെ നമുക്ക് പറയാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പല രീതിയിലും പിന്തള്ളപ്പെട്ടു പോകുമെന്നുള്ള ഒരു ഭയം നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതേ സമയത്ത് നമ്മൾ ഈ ലോകത്തിൽ നടക്കുന്നതിനെല്ലാത്തിനെയും കുറിച്ച് ഇങ്ങനെ തിരഞ്ഞ് പിടിച്ച് കാണുകയും കേൾക്കുകയും ചെയ്യുക എന്നുള്ളത് അതത്ര ഒരു നല്ല പ്രവണതയാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തെ എടുത്ത ഇത്രമാത്രം വാർത്താ ചാനലുകൾ ഇവിടെ പ്രവർത്തിക്കുന്നത് തന്നെ TV ചാനലുകളാകട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ അടുത്തിടെ ആയിട്ട് വന്നിട്ടുള്ള യൂട്യൂബ് ചാനലുകളാകട്ടെ, എത്ര പേരാണ് ഈ വാർത്തകൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻ മറ്റുള്ളവരുമായിട്ട് പങ്കിടാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇത്രയും പേര് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് ഇറങ്ങുന്നു എന്നത് തന്നെ അതിനെ കൺസ്യൂം ചെയ്യാനായിട്ട്, അത് വേണമെന്ന് അല്ലെങ്കിൽ അത് കേൾക്കണം, അത് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനത ഉള്ളതുകൊണ്ടല്ലേ ഇത് സംഭവിക്കുന്നത്. രണ്ട് ഭാഗത്തും ഇതുണ്ട്. ഇത് ഈ വാർത്തയെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ വിൽക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരുണ്ട്.
അപ്പോൾ അതിന് ഇത് വാങ്ങാനും ഇതിനെ സ്വീകരിക്കാനും തയ്യാറായിട്ട് നമ്മൾ ഒരു വലിയ സമൂഹത്തിൽ ഒരു വലിയ വിഭാഗം ഇതിനെ കാത്തിരിക്കുന്നവരും ഉണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ട് ഭാഗത്തുള്ള പ്രശ്നമായിട്ട് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ഈ വിൽക്കാൻ ശ്രമിക്കുന്നവരും അത് വാങ്ങാൻ ശ്രമിക്കുന്നവരും അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണോ ഇത് ചെയ്യുന്നത്, അതോ താൽക്കാലികമായ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ എന്നുള്ളതൊരു ചോദ്യമാണ്. തീർച്ചയായിട്ടും. അതുമാത്രമല്ല, ഈ ഇത്രയും വാർത്തകൾ നമുക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുമ്പോൾ അത് നമ്മളെല്ലാം മാനസികമായിട്ട് അസ്വസ്ഥരാക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം അതിനകത്തില്ല. മലയാളിക്കാണെങ്കിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ബന്ധുക്കളുണ്ട്. അപ്പോൾ ഏത് രാജ്യത്ത് എന്തൊരു അപകടം സംഭവിച്ചാലും, ഒരു യുദ്ധത്തിൻ്റെ കാഹളം മുഴങ്ങിയാലും അതിൻ്റെ എല്ലാം ഒരു പ്രതിഫലനം, അതിൻ്റെ ചലനം ശരിക്കും കേരളത്തിൽ അനുഭവപ്പെടും. ഇപ്പോൾ ഇറാനിലെ യുദ്ധമാണെങ്കിലും, ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചപ്പോഴായിരുന്നെങ്കിലും, ഇനിയിപ്പോൾ റഷ്യ യുക്രൈനിൽ തന്നെ അതിനകത്ത് ഇന്ത്യക്കാരുണ്ട്, അതിനകത്ത് മലയാളികളുണ്ട്. അപ്പോൾ അവിടെ യുദ്ധം നടക്കുകയാണെങ്കിലും ഇവിടെ മലയാളിക്ക് ഭയപ്പെടാനുള്ള വകയായി. അതെന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാർത്തകൾ വിൽക്കുന്നവരല്ലെങ്കിൽ ഈ വാർത്തകൾ പ്രദർശിപ്പിക്കുന്നവർക്ക് ഇത് നല്ല രീതിയിൽ അറിയാവുന്നതുകൊണ്ട് അവരതിനെ നല്ല രീതിയിൽ പെരുപ്പിച്ച് വളരെ ഉദ്വേഗമുണർത്തുന്ന രീതിയിൽ ഒരു ത്രില്ലർ സിനിമ പോലെയാണ് വാർത്ത വായിക്കുന്നത് തന്നെ. അപ്പോൾ ഈ കേൾക്കുന്ന ആളുടെ രക്തസമ്മർദ്ദമാകട്ടെ അല്ലെങ്കിൽ ഹൃദയത്തിന് എന്തെങ്കിലും ഹൃദയ സംബന്ധമായ രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതാണൊരു സത്യാവസ്ഥ, അല്ലേ? ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു പറയാൻ പാടില്ലെങ്കിലും അതിനോട് ഉപമിക്കാൻ തോന്നുന്നു. ഈ ചില മയക്കുമരുന്നുകൾ പോലെ ഡോസേജ് കൂടുതൽ വേണ്ടി വരും കുറച്ചു കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, കോൺസ്റ്റൻ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെയിം ഒരു റെസ്പോൺസ് കിട്ടാൻ വേണ്ടി. അതേപോലെ തന്നെ ഇന്നത്തെ പത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോഷ്യൽ മാധ്യമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വാർത്തകൾ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ സെൻസേഷണലൈസ് ചെയ്യണം. അങ്ങനെ വരുന്ന സമയത്ത് ചുറ്റും ഈ ഹൈ വോൾട്ടേജ് വാർത്തകളായതുകൊണ്ട് ഇതിലും ഉറക്കെ ഇതിലും സെൻസേഷണലായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഇത് പ്രേക്ഷകരുടെ ചെവികളിലേക്കും കണ്ണുകളിലേക്കും എത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഈ ഹൈപ്പിംഗ് ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് കൂടി പോവുകയാണ്, അല്ലേ? തീർച്ചയായിട്ടും. അതിൻ്റെ ഫലമായിട്ട് വാസ്തവത്തിൽ നമ്മുടെ ബ്രെയിനിന് ഉണ്ടാകുന്ന സ്ട്രെസ്സും അതിലുണ്ടാവുന്നൊരു ലോങ് ടേം ഒരു ആഘാതവും ആലോചിച്ച് നോക്കിയാൽ, ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരു ആയുർവേദ വൈദ്യനുമായിട്ട് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ശരീരത്തിൽ ഓരോ അവയവത്തിനും ഒരു ടോളറൻസ് ലിമിറ്റ് ഉണ്ട്, ഇല്ലേ? നമ്മളിപ്പോൾ ഒരു കറണ്ട് കമ്പി എടുക്കുകയാണെങ്കിലും അതിൽ കൂടുതൽ, അതിന് താങ്ങാനാവുന്നതിൽ കൂടുതലൊരു കറണ്ട് നമ്മൾ അതിലൂടെ കടത്തി വിട്ടാൽ അത് കത്തിപ്പോവും. അതിനുവേണ്ടിയാണ്, അങ്ങനെ ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫ്യൂസ് സിസ്റ്റം നമ്മളതിൽ വെക്കുന്നുണ്ട്. ഈ മെയിൻ ഉപകരണത്തിന് കേടുപാട് വരാതിരിക്കാൻ വേണ്ടി ആദ്യം ഫ്യൂസ് പോകട്ടെ എന്ന് പറയുന്നത് പോലെ നമ്മുടെ തലച്ചോറിനും താങ്ങാവുന്നതിലധികം ഇതുപോലെ ഒരു അറിവിൻ്റെ അതിപ്രസരം വരുമ്പോൾ നാച്ചുറലി ഒരു ബ്രേക്ക് ഡൗൺ സിസ്റ്റംസ് നമുക്കൊരു നംബ്നെസ്, എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് ഉദാസീനത എന്ന് പറയണോ, അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലായ്മ, അത് തന്നെ ഒരു രോഗമായിട്ട് ഇന്ന് മാറുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതായത് ഇൻഫർമേഷൻ വേണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇൻഫർമേഷൻ നല്ലതാണോ എന്ന് ചോദിച്ചാൽ കറക്റ്റ് ഡോസിൽ അത് വേണ്ടതായതുകൊണ്ട് അത് നല്ലതല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതേസമയം ഇത് എനിക്ക് ഏത് രീതിയിൽ പ്രയോജനപ്പെടും, എനിക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഇൻഫർമേഷനാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ സ്വീകരിക്കാനായിട്ട് എനിക്ക് എന്തെങ്കിലും ഇതിനെ ഒരു ഫിൽട്ടർ ചെയ്യാനുള്ളൊരു സിസ്റ്റം എനിക്ക് വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഞാൻ ഒരു ദിവസം ഇത്ര സമയമേ ഇതിനു വേണ്ടി ചിലവഴിക്കുകയുള്ളൂ എന്നോ, അല്ലെങ്കിൽ ഈ വാർത്ത ഞാനിതിനെ വായിച്ചിട്ട് വിട്ട് കളയുന്നു അല്ലെങ്കിൽ കേട്ടിട്ട് വിട്ട് കളയുന്നു, ഒരു ഫിൽട്ടർ വേണമെന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ? അതായത് നമ്മൾ എല്ലാവരും ഈ വാർത്തയുടെ ഉപഭോക്താക്കളാണല്ലോ നമ്മളെല്ലാവരും, അല്ലേ? വേണ്ടേ? തീർച്ചയായിട്ടും. ജീവിതത്തിൻ്റെ ഏതൊരു കാര്യത്തിലായാലും, നമ്മളിപ്പോൾ ഒരു സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ധനം തന്നെ നമ്മളതെങ്ങനെ വിനിയോഗം ചെയ്യുന്നു എന്നുള്ളതിന് ഒരു കൺട്രോൾ വേണം, ആവശ്യമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഒരു മൈൻഡ് സ്പേസിനെ, നമ്മുടെ മനസ്സിനെ കീഴടക്കാനാണല്ലോ ഒരു മെൻ്റൽ റിയൽ എസ്റ്റേറ്റ് ഉണ്ട് നമുക്കൊക്കെ, അല്ലേ? ആ മനസ്സിനകത്ത് എന്തൊക്കെ വേണം, എന്തൊക്കെ പാടില്ല, എത്ര വേണം എന്നുള്ളത് തീരുമാനിക്കാനുള്ളൊരു അവകാശം ഐ തിങ്ക് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പോലെ തന്നെ ഇതൊരു റൈറ്റായിട്ട് വരണം. നമുക്ക് തീരുമാനിക്കാൻ സാധിക്കണം നമുക്ക് എന്തൊക്കെ വേണം വേണ്ട എന്നുള്ളത്. അതുകൊണ്ട് ഈ ഫിൽട്ടേഴ്സ് വളരെ പ്രധാനം തന്നെയാണ്. ആശയം കേൾക്കുമ്പോൾ സുഖമുണ്ട്, പക്ഷേ പ്രായോഗികമായിട്ട് ഈ ഫിൽട്ടേഴ്സ് എന്താണെന്നും അതിനെങ്ങനെയാണ് വിനിയോഗിക്കാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതായത് ഇത് ഇന്ന് മാത്രമല്ല കേട്ടോ. ഇപ്പം നമ്മൾ വിചാരിക്കുന്നു ഈ ആധുനിക കാലഘട്ടത്തിലാണല്ലോ ഇത്രയും അധികം വിഷയങ്ങൾ വരുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതെന്ന്. പക്ഷേ മനുഷ്യ സമൂഹത്തിൽ വിഷയദാരിദ്ര്യം അന്നും ഇന്നും ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് ശ്രീമദ് ഭാഗവതത്തിൽ
ശുഖബ്രഹ്മ ഋഷി പരീക്ഷിത്ത് മഹാരാജാവിനോട് പറയുന്നുണ്ട്, ശ്രോതവ്യാദീനി രാജേന്ദ്ര നൃണാം സന്തി സഹസ്രശഃ അപശ്യതാം ആത്മതത്വം ഗൃഹേഷു ഗൃഹമേധിനം. അതായത് പരീക്ഷിത്ത് 7 ദിവസം മാത്രമേ ഇനി ജീവിക്കാൻ ബാക്കിയുള്ളൂ എന്നുള്ള ഘട്ടത്തിൽ വന്നപ്പോഴാണ് ഇനി എനിക്കൊന്നും വേണ്ട, ഇനി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഭഗവാനെക്കുറിച്ച് കേൾക്കലാണ്, മറ്റൊരു വാർത്തയും ഇനി എനിക്ക് കേൾക്കണ്ട എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. ഫിൽട്ടർ അല്ലേ? അപ്പോൾ ആ ഫിൽട്ടർ സ്വീകരിച്ചുകൊണ്ട് ശുഖബ്രഹ്മ ഋഷിയുടെ മുന്നിൽ വന്നിരുന്നുകൊണ്ട് അങ്ങിനി ഉപദേശിച്ചാലും 7 ദിവസം മാത്രം ജീവിക്കാൻ ബാക്കിയുള്ള ഒരുവന് ചെയ്യാവുന്ന ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം എന്താണെന്ന് അങ്ങ് എനിക്ക് ഉപദേശിക്കുക എന്ന് പറയും. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും കേൾക്കാൻ തയ്യാറായിരിക്കുകയാണ്. പക്ഷേ എന്ത് കേൾക്കണമെന്നുള്ള അദ്ദേഹത്തെക്കാൾ അറിവുള്ള ഒരാളോട് ചോദിക്കുകയാണ്, ഒന്നാമത്തെ കാര്യം. അപ്പോൾ അറിവുള്ള ശുഖബ്രഹ്മ ഋഷി എന്താണ് പറയുന്നത്? നിങ്ങൾ ചെയ്യുന്നത് വളരെ ഉത്തമമായൊരു കാര്യമാണ് രാജാവേ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു മനുഷ്യന് കേൾക്കാൻ ആയിരക്കണക്കിന് വിഷയങ്ങളുണ്ടെന്ന് അദ്ദേഹം പറയുന്നു അക്കാലത്ത് തന്നെ. അപ്പം ഭൗതിക ലോകത്തിൽ വിഷയങ്ങൾക്ക് കുറവില്ല. ഇന്ന് നമ്മൾ ഇന്നത്തെ സമകാലികമായ വിഷയങ്ങൾ കേൾക്കുന്നു. അന്നും സമൂഹമുണ്ട്, മനുഷ്യരുണ്ട്, അവർ തമ്മിലുള്ള ബന്ധങ്ങളുണ്ട്. അപ്പോൾ ആ തലത്തിലുള്ള വാർത്തകളും വിഷയങ്ങളും എല്ലാം ഉണ്ടല്ലോ. പക്ഷേ പരീക്ഷിത്തിനെ പോലെയുള്ള ഒരു രാജാവിന്, അദ്ദേഹം ലോകത്തിൻ്റെ ചക്രവർത്തിയാണ്. അപ്പോൾ അദ്ദേഹം തീരുമാനിക്കുകയാണ്, ഇനി ഞാൻ ഈ രാജവിഷയങ്ങളിൽ ഇടപെടുന്നില്ല, അതെല്ലാം മക്കളെ ഏൽപ്പിക്കുന്നു. ഇനി വേറെ ഒരു കാര്യം എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഇനി 7 ദിവസം കൊണ്ട് എനിക്ക് എന്താണോ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഫിൽട്ടർ വേണം. ഇത്രയും വിഷയങ്ങളുണ്ടെങ്കിലും ഈ ആത്മതത്വത്തെക്കുറിച്ച് കാണാൻ കഴിവില്ലാത്തവരാണ് കൂടുതൽ ആളുകളെന്നാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ആത്മതത്വം എന്ന് വെച്ചാൽ ഞാൻ ആരാണ് എന്നത് തിരിച്ചറിവില്ലാത്ത ആളുകളിലാണ് ഭൂരിപക്ഷമുള്ളത്. ആ ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് ഈ കിട്ടുന്ന ചപ്പും ചവറും എല്ലാം വിവരം എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇൻഫർമേഷൻ ഈസ് നോട്ട് നെസസറിലി ട്രാൻസ്ഫോർമേഷൻ. ശരി അല്ലേ? തോന്നിയിട്ടില്ല അങ്ങനെ? അതെ അതെ. അപ്പോൾ എന്നെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഇൻഫർമേഷൻ എനിക്ക് വേണം. അതും പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന ഇൻഫർമേഷനാണ് എനിക്ക് വേണ്ടത്. അതായത് എന്നെ നെഗറ്റീവായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ഇൻഫർമേഷൻ കൊണ്ട് ഞാൻ എന്താണ് നേടുന്നത്? ഞാൻ എന്നെ തന്നെ വ്യസനിപ്പിക്കാം, വിഷമിപ്പിക്കാം, അല്ലേ? ഞാൻ എനിക്ക് തന്നെ സ്ട്രെസ്സ് കൊടുക്കും ഈ ആവശ്യമില്ലാത്തെല്ലാം കേട്ടിട്ട്. അപ്പോൾ ഫിൽട്ടർ വേണം തീർച്ചയായിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്കൾ എന്ത് വിചാരിക്കുന്നു? താങ്കൾ പറഞ്ഞിരുന്ന ഒരു പോയിന്റ് എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായത്, ആൾക്കാർ ഇന്ന് ഇൻഫർമേഷൻ കാരണമാണ് സ്ട്രെസ്ഡ് ആവുന്നത് പലതരത്തിലും. പക്ഷേ ആ സ്ട്രെസ്സിന് റിലീഫ് കാണാൻ വേണ്ടി, അതിൽ നിന്നൊരു രക്ഷപ്പെടൽ കിട്ടാൻ വേണ്ടി അവർ വീണ്ടും ഈ സോഷ്യൽ മീഡിയയിൽ പോയി മറ്റൊരു തരത്തിലൊരു ഇൻഫർമേഷൻ കണ്ട് അത് കാരണം ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയിലാണ് ഇരിക്കുന്നത്. പക്ഷേ താങ്കൾ പറഞ്ഞതെന്ന് എനിക്ക് തോന്നിയത്, എനിക്കെന്താണ് ഹിതം എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കണം. ആൻഡ് എനിക്കെന്താണ് ഹിതം എന്നുള്ള ആ ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഞാൻ ആരാണ് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. എനിക്ക് ഇമ്മാനുവൽ കാന്റ് എന്ന് പറയുന്ന ഒരു ഫിലോസഫർ, അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഓർമ്മ വരുന്നു. ജീവിതത്തിൽ സന്തോഷം വേണമെങ്കിൽ 3 ഘടകങ്ങൾ അതിൽ അത്യന്താപേക്ഷിതമാണ് എന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നത് ഇംഗ്ലീഷിലാണ്, സംതിങ് ടു ഡു, സംവൺ ടു ലവ് ആൻഡ് സംതിങ് ടു ഹോപ്പ് ഫോർ. എന്തെങ്കിലും നമുക്ക് പ്രവർത്തിക്കാൻ, ജീവിതത്തിലൊരു ചെയ്തു തീർക്കാൻ എന്തെങ്കിലും ഒരു മഹത്തായ ലക്ഷ്യം വേണം. ആർക്ക് വേണ്ടിയെങ്കിലും നമുക്ക് ജീവിക്കണം. ചില വ്യക്തികൾ മറ്റു മനുഷ്യർക്ക് വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് വേണ്ടിയായിരിക്കാം. പക്ഷേ നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ നമുക്ക് ആരെങ്കിലും വേണം. പിന്നെ 3ാമത്, നമുക്ക് പ്രത്യാശയ്ക്ക് വക നൽകുന്ന ഒരു ജീവിത ആദർശം നമുക്ക് ആവശ്യമുണ്ട്. ഈ കാര്യങ്ങളും ഫിൽട്ടറുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെടുത്താൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3ഉം ഈ പറയുന്ന നമുക്കെല്ലാവർക്കും അത്യന്താപേക്ഷിതമാണ്. ചെയ്യാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തോടുകൂടി ചെയ്യാനുള്ളത് വേണം. മാത്രമല്ല ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന പോലെ കർമ്മം ചെയ്യാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും കർമ്മനിരതരായിരിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ചെയ്യാനൊരെണ്ണം വേണം. പക്ഷേ ഭഗവത്ഗീത ഉപദേശിക്കുന്നത് പോലെ ആ തരത്തിലുള്ള കർമ്മങ്ങൾ, നിഷിദ്ധം അല്ലാത്ത കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത്, അവിടെ ഫിൽട്ടർ വേണം, വേണ്ടേ? അപ്പോൾ ആ ഫിൽട്ടർ വേണമെങ്കിൽ അറിവ് വേണം. അതുകൊണ്ട് എവിടെയും നമ്മൾ അറിവിനെ തള്ളി പറയുന്നില്ല. പക്ഷേ അതിന് വേണ്ടുന്ന അറിവാണ് നമുക്ക് വേണ്ടത്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന് എനിക്ക് മനസ്സിലാകണമെങ്കിൽ അതിനുള്ള അറിവ് എനിക്ക് വേണം. അപ്പോൾ ആ അറിവിൻ്റെ സ്രോതസ്സിനെ തേടി ഞാൻ പോകണം. ആ അറിവ് എവിടെ ലഭിക്കുന്നോ അത് ഞാൻ സ്വീകരിക്കണം. അപ്പോൾ അവിടെ ഫിൽട്ടർ ഇല്ലേ? പിന്നെ സ്നേഹിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഓരോ
മനുഷ്യന് മാത്രമല്ല ജീവജാലങ്ങൾക്ക് പോലുമുള്ള ഒരു വികാരമാണ് സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ അത് ജീവജാലങ്ങൾ സന്തതികളോട്, ഇപ്പോൾ മൃഗങ്ങളിൽ തന്നെ വളരെ വ്യക്തമായിട്ട് കാണാം. എല്ലാ മൃഗങ്ങളും അവർ പെറുന്ന തൻ്റെ സന്തതിയോട് എത്ര സ്നേഹം കാണിക്കുന്നു. നമ്മൾ ഇതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അതിനെയും നമ്മൾ ശരിയായിട്ട് എങ്ങനെ വിനിയോഗിക്കണം, അതിനെ ശരിയായി വിനിയോഗിച്ചില്ലെങ്കിൽ നമ്മൾ സ്നേഹം അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കിട്ടാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ദുഃഖിപ്പിക്കുന്നു. അവിടെയും ഫിൽട്ടർ വേണം അല്ലേ? ആരെ സ്നേഹിക്കണം, എത്രമാത്രം സ്നേഹിക്കണം, എങ്ങനെ സ്നേഹിക്കണം, ഇതെല്ലാം അറിയണം. ഇൻഫർമേഷൻ വേണം. അതെ, ആ ഇൻഫർമേഷൻ കൊണ്ടേ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ പറയുന്നത് പോലെ പ്രത്യാശയ്ക്ക് വക നൽകുന്നത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം പൊതുവേ ഈ ഭൗതിക ലോകത്തിൽ പ്രത്യാശയ്ക്ക് വക നൽകുന്ന വിഷയങ്ങൾ തുലോം കുറവാണ്, വളരെ കുറവാണ് എൻ്റെ അഭിപ്രായത്തിൽ, അല്ലേ? എവിടെ നോക്കിയാലും പ്രത്യാശയില്ലാത്തൊരു സമൂഹത്തെയാണ് നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പല തത്വചിന്തകളും പല ആൾക്കാരും പല ഐഡിയാസും പുറത്തു വിടാറുണ്ട്. കുറച്ച് കാലത്തേക്കൊരു പ്രത്യാശ എന്ന് പറയും, പക്ഷേ ആ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും അത് തലവേദനയായിട്ട് മാറുന്ന പല സന്ദർഭങ്ങളും ഉണ്ട്. അതുകൊണ്ട് താങ്കൾ പറയുന്നത് കണ്ടിന്യൂ ചെയ്യും അല്ലേ? അപ്പോൾ പ്രത്യാശയ്ക്ക് വക നൽകുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് എന്താണ്, ആത്യന്തികമായിട്ട് എന്താണ് പ്രതീക്ഷിക്കാവുന്നതെന്നുള്ളൊരു ഇത് വേണം. അതുമാത്രമല്ല ആ പ്രതീക്ഷ അസ്ഥാനത്താവരുത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശാശ്വതമായിട്ട് നിലനിൽക്കുന്ന ഒന്നിനെക്കുറിച്ചുള്ള പ്രത്യാശയെ അവിടെ കൊണ്ട് എത്തിക്കുകയുള്ളൂ. അപ്പോൾ ആ പ്രത്യാശയും നമ്മുടെ ഇപ്പോൾ വൈദിക സാഹിത്യങ്ങൾ പരിശോധിച്ചാൽ, വൈദിക ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം, ശാശ്വതമായിട്ട് നിലകൊള്ളുന്ന ഞാനും നിങ്ങളും എന്ന ആത്മാവും ശാശ്വതമായിട്ടിരിക്കുന്ന ഭഗവാനും. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് പ്രത്യാശ. ജീവാത്മാവിന് പരമാത്മാവിനോട് അടുക്കുക എന്നുള്ളതാണ് അവന് പ്രത്യാശ നൽകേണ്ടത്. അത് എങ്ങനെയായാലും അവിടെ ഒരു നിരാശയ്ക്ക് വകയില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പ്രത്യാശിക്കാനുള്ളതും അത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായമല്ല, വൈദിക ഗ്രന്ഥങ്ങളുടെ അഭിപ്രായമാണ്, ആചാര്യന്മാരുടെ അഭിപ്രായമാണ്. വളരെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് താങ്കൾ പറഞ്ഞത്. ഈ വിഷയം ഓഫ് കോഴ്സ് ഈ വിഷയം പോലെ തന്നെ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയും അനന്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. എന്നാലും താങ്കൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് ഫിൽട്ടറാണ്. കടൽ പോലെ, കടലിലെ തിരമാലകൾ പോലെ ഒരിക്കലും ഈ പറയുന്ന 400 മില്യൺ ടെറാബൈറ്റ് ഒരു ദിവസം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. ഈ 5G 6G 7G ആവുന്ന സമയത്ത് ഇത് കൂടുകയുള്ളൂ, കുറയാൻ പോകുന്നില്ല. അപ്പോൾ ഈ കടലിൽ ഇപ്പോൾ ചെറിയ തിരമാലകളായിരിക്കാം, നാളെ നമ്മളെ നേരിടുന്നത് വലിയൊരു സുനാമി പോലെയുള്ള ഒരു ഇൻഫോർമേഷൻ്റെ അതിപ്രസരമായിരിക്കാം. പക്ഷേ ഇതിനകത്തൊക്കെ നമ്മുടെ സമനില തെറ്റാതെ നമ്മളിതിനെ മുന്നോട്ട് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഓടിക്കുന്ന കപ്പലിനൊരു ദിശാബോധം വേണമെന്നും, അതെ, ലക്ഷ്യം ആദ്യം ദിശാബോധത്തിന് മുമ്പ് ലക്ഷ്യം അറിയണമല്ലോ. ലക്ഷ്യം അറിയാതെ കടലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവസ്ഥ നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതിനൊക്കെ താങ്കൾ പറഞ്ഞതുപോലെ താങ്കൾ കോട്ട് ചെയ്ത് ശ്രീമദ് ഭാഗവതത്തിൽ നിന്നും ഭഗവത്ഗീതയിൽ നിന്നുമുള്ള ആത്മാവിനൊരു ലക്ഷ്യം കൊടുക്കുന്ന ഈ ചില തത്വങ്ങൾ വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. അതുതന്നെയാണ് നമ്മുടെ ഈ ചാനലിൻ്റെ ഉദ്ദേശവും. ഇത് നമുക്കാവുന്ന രീതിയിൽ ചിന്തിക്കുന്ന ജനതയുമായിട്ട് ഇതുപോലുള്ള ആശയങ്ങൾ പങ്കിടാനും ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും അവസരങ്ങൾ ഇതേ കടലിലൂടെ, സോഷ്യൽ മീഡിയ എന്നുള്ള കടലിലൂടെ ഇതിനെത്തിക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഈ ഒരു ഉദ്യമത്തിൽ ഇത്രയും നേരം നമുക്കിത് സംസാരിക്കാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യം. എന്തായാലും ഇതും ഇതുപോലുള്ള വിഷയങ്ങളും നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാം. സ്റ്റേ ട്യൂൺ ടു ഹരേ കേരളം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.